നമ്മൾ പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കേരളത്തിലെ പോലീസിലെയും പോലീസിൻ്റെ ചില ഉയർന്ന എമാമാരെയും കോടതി മുന്നിൽ വിളിച്ചു നിർത്തി പൊരിച്ചു വിടും എന്ന് നമ്മൾ പലപ്പോഴും പറയും. എടുത്തിട്ട് കൊടയും എന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിപ്പോൾ അതാ സംഭവിച്ചിരിക്കുന്നു. തിരുവനന്തപുരം വഞ്ചൂരിലെ പോലീസ് ഓഫീസറെ കോടതിയിൽ നിർത്തി പൊരിച്ചു എന്നാണ്. അതായത് അദ്ദേഹത്തിന് നല്ല കോടതിക്കകത്ത് നിന്ന് വഞ്ചൂർ പോലീസ് ഓഫീസർ വിയർത്തു കുളിച്ചു, മഞ്ഞയടിച്ചു. കാരണം കോടതി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഒരക്ഷരം മിണ്ടാതെ കുനിഞ്ഞു നിൽക്കേണ്ടി വന്നു ആ പോലീസ് ഓഫീസർക്ക് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസവും ചോദിച്ചു, ആരാണ് നിങ്ങൾക്ക് ഇതിനുള്ള അനുവാദം തന്നത്? നിങ്ങൾ ആരുടെ ധൈര്യത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചു. ഇന്നും കോടതി ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഈ പോലീസ് ഓഫീസർ ചോദിച്ചു. മാത്രമല്ല, അദ്ദേഹം പോലീസ് ഓഫീസർക്ക് മിണ്ടാട്ടമില്ലാതായപ്പോൾ കോടതി ചോദിച്ചത്, DGPക്ക് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നോ? കേരളത്തിലൊരു പോലീസ് മേധാവി ഉണ്ടല്ലോ, DGP എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടില്ല? DGPക്ക് ഇത് അറിഞ്ഞുകൂടായിരുന്നോ ഇങ്ങനൊരു സംഭവം നടക്കുന്നത്? DGP എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല? അറിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് DGP ഇതിൽ ഇടപെട്ടില്ല? അപ്പോഴും പോലീസുകാരന് ഒന്നും പറയാൻ പറ്റാതായി. അവസാനം പോലീസുകാരൻ പറഞ്ഞത്, ഞങ്ങൾക്ക് സ്റ്റേജ് പൊളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. CPM-കാരാണ് സ്റ്റേജ് കെട്ടിയത്, പാർട്ടിക്കാരാണ് സ്റ്റേജ് കെട്ടിയത്, രാജ്യം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പാർട്ടിക്കാരാണ് സ്റ്റേജ് കെട്ടിയത്. സ്റ്റേജ് കെട്ടിയിട്ട് ഞങ്ങൾ സ്റ്റേജ് പൊളിക്കാൻ ചെന്നാൽ അത് വലിയൊരു ക്രമസമാധാന പ്രശ്നമാവും. സഖാക്കൾ ഞങ്ങളെ ആക്രമിക്കും. ഞങ്ങൾക്ക് പോലീസിന് അത് താങ്ങാൻ കഴിയില്ല. ഞങ്ങൾക്ക് CPM സഖാക്കളുടെ അടി കൊണ്ട് പൊളിയേണ്ടി വരും. അതുകൊണ്ട് ക്രമസമാധാന നില ഉണ്ടാകാതിരിക്കാൻ, അത് വഷളാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ സ്റ്റേജ് കെട്ടിയിട്ട് ഞങ്ങൾ തടയാതെ പോയതാണ് എന്ന ഒരു തൊടുന്യായമാണ് വഞ്ചൂർ പോലീസ് ഓഫീസർ കോടതിയിൽ പറഞ്ഞത്. കോടതിക്ക് അത് കേട്ടപ്പോൾ അരിശം തോന്നി എന്നാണ്. അതുകൊണ്ടാണ് കോടതി നിരവധി ചോദ്യങ്ങൾ ചോദിച്ചത്. ഒന്ന് പറഞ്ഞ്, എന്തുകൊണ്ട് സമ്മേളനത്തിൽ പങ്കെടുത്തവർക്കെതിരെ നിങ്ങൾ കേസെടുത്തില്ല? ചോദിച്ചു. ഉടൻ തന്നെ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇവരെ ഒന്നും തടയാൻ കഴിയില്ല? കാരണം തടഞ്ഞു കഴിഞ്ഞാൽ ക്രമസമാധാന പ്രശ്നമാണ്, സഹാക്കളെല്ലാം കൂടി നിങ്ങളെ അടിക്കും. സഹാക്കളെന്ന് കോടതി പറഞ്ഞില്ല കേട്ടോ. പാർട്ടി പ്രവർത്തകർ നിങ്ങളെ തല്ലും, നിങ്ങളെ ആക്രമിക്കും, അവിടെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ശരി, എന്തുകൊണ്ട് ഇതിൽ പങ്കെടുത്ത ഈ സ്റ്റേജിൽ വന്നിരുന്ന് പ്രസംഗിച്ച ഉയർന്ന നേതാക്കന്മാരുണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ അവർക്കെതിരെ ഇത്രയും നിയമലംഘനം ഇവിടെ വന്നിരുന്ന് നടത്തിയവരെ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അല്ലെങ്കിൽ അവരെ നിങ്ങൾ എന്തുകൊണ്ട് അവർക്കെതിരെ കേസെടുത്തില്ല? മിണ്ടാട്ടമില്ല. അത് കഴിഞ്ഞിട്ട്, ആരാണ് നിങ്ങൾക്ക് ഇത് അനുമതി തന്നത്? നിങ്ങൾ എന്താണ് അവിടെ ചെയ്തത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ 500-ലധികം പേർക്കെതിരെ ഞങ്ങൾ കേസെടുത്തിട്ടുണ്ട്, കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ എന്നിട്ട് കോടതി, നിങ്ങൾ എന്താണ് അവിടെ ചെയ്തത്? ഞങ്ങൾ 50-ലധികം പോലീസുകാരെ നിർത്തിയിട്ട് ആൾക്കാരെ വാഹനങ്ങളൊക്കെ നേരെ ചെവ്വേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു വിട്ടു, വേറെ വഴി കൂടെയൊക്കെ പറഞ്ഞു വിട്ടു. ആൾക്കാർ ബുദ്ധിമുട്ടിച്ചോ മുട്ടിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങൾ 50 പോലീസുകാർ അവിടെ നിന്ന് പട്ടാപ്പകലും രാത്രി നിന്ന് ജോലി ചെയ്തു, അത്രയും കഷ്ടപ്പെട്ടു എന്ന് പോലീസുകാരൻ പറഞ്ഞു. അപ്പോഴാണ് വീണ്ടും DGP ഇത് അറിഞ്ഞോ എന്ന് ചോദിക്കുന്നത്. DGPക്ക് ഇത് അറിയാമായിരുന്നോ? അറിഞ്ഞെങ്കിൽ എന്ത് ചെയ്തു? എന്തിടപെട്ടു? DGP ഇതെല്ലാം അറിയാമോ എന്ന് ചോദിച്ചു. അതിനെക്കുറിച്ചും പോലീസിന് ഒന്നും പറയാൻ പറ്റില്ല. യോഗത്തിൽ പങ്കെടുത്തവരുടെ വാഹനങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പിടിച്ചെടുത്തില്ല? അടുത്ത ചോദ്യം. എന്തായാലും ഈ യോഗത്തിൽ പലരും പങ്കെടുത്തുവല്ലോ, അവരുടെ വാഹനങ്ങൾ നിങ്ങൾക്ക് പിടിച്ചെടുക്കാമല്ലോ. കാരണം നിയമവിരുദ്ധമായിട്ടാണ് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ആ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ വരുന്ന നേതാക്കന്മാരെ നിങ്ങൾക്ക് കേസെടുക്കാം, അവരെ അറസ്റ്റ് ചെയ്യാം, അവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കാം എന്നെല്ലാം രീതികൾ പോലീസിന് ചെയ്യാനാവുന്നതാണ്. നിങ്ങളുടെ നിയമം അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ട് ചെയ്തില്ല? പിന്നെ എന്താണ് പോലീസിൻ്റെ ചുമതല? അവിടെയാണ് ഞങ്ങൾ 500 പേർക്കെതിരെ കേസെടുത്തു എന്നൊക്കെ പറഞ്ഞ് പോലീസ് തടിപ്പെടുത്തിയത്. എന്താണ് പോലീസിൻ്റെ ചുമതല ചോദിക്കുമ്പോൾ, അത് മാത്രമല്ല, നിങ്ങൾക്ക് പോലീസിൻ്റെ ചുമതല എന്താണെന്ന് അറിയാമോ? ഈ പോലീസ് ഓഫീസർമാർക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളെ സൗകര്യത്തിനും അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അവരുടെ യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട ചുമതല എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാമോ എന്ന ഒരു ചോദ്യം കൂടിയാണ് അതിനകത്ത് ഉറഞ്ഞു കിടന്നത്. എന്താണ് പോലീസിൻ്റെ ചുമതല എന്ന് കൂടി ചോദിച്ചു. മറുപടി പറയാൻ കഴിഞ്ഞില്ല അവരെ. പിന്നെ ചോദിച്ചു, നിങ്ങൾക്ക് ഈ വേദിയിൽ വന്നിരുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അവർക്കെതിരെ കേസ് എടുത്തിട്ടില്ല? നിങ്ങൾ കണ്ടാൽ അറിയാവുന്ന 500 പേർക്കെതിരെ കേസെടുത്താൽ ഈ വേദിയിലിരുന്നവർക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് കേസെടുത്ത്? നിങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ പാടില്ല, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തവരാണോ ആ സ്റ്റേജിൽ വന്നിരുന്നത് എന്നൊക്കെ ചോദിച്ച് ഹൈക്കോടതി പോലീസിനെ നിർത്തിപ്പൊരിച്ചു. പോലീസ് വല്ലാതെ വിയർത്തു. അവസാനം കോടതി പറഞ്ഞു, DGP മറുപടി തരണം.
ഇനിയിപ്പോൾ പിന്നെ വഞ്ചൂർ പോലീസ് ഓഫീസർ അല്ല, ഹൗസ് ഓഫീസർ അല്ല ഇനി മറുപടി തരേണ്ടത്. ഇനി കോടതിക്ക് മറുപടി തരേണ്ടത്, വിശദീകരണം തരേണ്ടത് DGP ആണ്. DGP മറുപടി തന്നേ പറ്റൂ. അത്രയ്ക്ക് കോടതി വല്ലാതെ പിന്നെ വളരെ ക്ഷുഭിതമായി തന്നെയാണ്, വളരെ രൂക്ഷമായി തന്നെയാണ് ഈ വിഷയത്തിൽ കോടതി ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് നഗ്നമായ നിയമലംഘനമാണ്. പാതയോരത്ത് പോലും യോഗം നടത്താൻ അനുവദിക്കാൻ പാടില്ല എന്ന കോടതി ഉത്തരവ് നിൽക്കുകയും ആ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മാർഗരേഖ നിൽക്കുകയും ചെയ്യുമ്പോൾ ആ മാർഗരേഖ മുഴുവനും ഫ്രീസറിലാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ കസേരക്കടിയിൽ മടക്കി വെച്ചിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തു. പാതയോരം പോലും ബ്ലോക്ക് ചെയ്തിരുന്ന വിധി കിടക്കുമ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്ത് ഈ ഒരു സമ്മേളനം നടത്തിയത് ശുദ്ധമായ നിയമലംഘനമാണ്. ഒരു അധികാരം കയ്യിലിരിക്കുന്നതിൻ്റെ പേരിൽ ഇത്തരത്തിലൊരു നിയമലംഘനം നടത്താൻ ആർക്കാണ് അധികാരം കിട്ടിയത്? ഇത് കോടതി കൃത്യമായി നടപടിയെടുക്കാൻ പോവുകയാണ്. കോടതി ഇനി DGPയുടെ മറുപടിയും കൂടെ കിട്ടണം. അടുത്ത സമയത്ത് കോടതിയിൽ ഈ DGPയും കൂടെ പോയി നിന്ന് നിർത്തിപ്പൊരിക്കുന്നത്, DGPയെ എടുത്ത് കടിച്ചു കുടയുന്നത്, കോടതി ജഡ്ജിമാർ കടിച്ചു കുടയുന്നത് കൂടെ നമുക്ക് കാണേണ്ടി വരും. കേരള ജനത ഇതൊക്കെ കണ്ട് ആനന്ദിക്കണോ കരയണോ ഒന്നും അറിയില്ല.